ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ഫഡ്ജി ബ്രൗണി ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ആദ്യം ഡാർക്ക് ചോക്ലേറ്റ് കോമ്പൗണ്ടും അൺസോൾട്ടഡ് ബട്ടറും ഡബിൾ ബോയിലിംഗ് ചെയ്തിട്ടെടുക്കാം. ചൂടുവെള്ളത്തിന് മുകളിൽ വെച്ചാൽ തന്നെ റൂം ടെമ്പറേച്ചറിലുള്ള ചോക്ലേറ്റും ബട്ടറും ആണെങ്കിൽ പെട്ടെന്ന് മെൽറ്റായിട്ട് കിട്ടും. അല്ലെങ്കിൽ സ്റ്റൗവിന് മുകളിൽ വെച്ചിട്ട് ചെയ്യേണ്ടി വരും. മെൽറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. 3/4 കപ്പ് മൈദ, 1/4 കപ്പ് കൊക്കോ പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 പിഞ്ച് ഉപ്പ് എല്ലാം കൂടി നന്നായിട്ട് അരിച്ചെടുത്തിട്ട് മാറ്റി വയ്ക്കാം. മുക്കാൽ കപ്പ് പഞ്ചസാര പൊടിച്ചെടുക്കാം. ഇനി ഒരു ബൗളിൽ 3 കോഴിമുട്ട പൊട്ടിച്ച് വയ്ക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ബീറ്റർ ഇല്ലെങ്കിൽ വിസ്ക് വെച്ചിട്ടും ചെയ്യാം. ബ്രൗണിക്ക് ബീറ്റർ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഉണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. പൊടിച്ച പഞ്ചസാര ചേർത്തിട്ട് ഒന്നും കൂടി ബീറ്റ് ചെയ്യാം. നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ച ചോക്ലേറ്റ് മിക്സ് കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. എൻ്റെ പാത്രം ചെറുതായി പോയതുകൊണ്ട് ഞാൻ മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടാവുമെന്ന് വിചാരിച്ചിട്ട് വലിയൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അരിച്ച് വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഒന്ന് മിക്സ് ചെയ്യാം. ഈ ഒരു ടൈമിൽ നമുക്ക് ഒരു പാന് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെക്കാം. നമ്മൾ വിത്തൗട്ട് ഓവനാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഒരു പാനിൽ കുറച്ച് ഉപ്പിട്ടിട്ട് ഒരു സ്റ്റാൻഡ് ഇറക്കി വെച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ചാൽ മതി, ലോ ഫ്ലെയിമിൽ. ഇനി ഒരു സ്ക്വയർ കേക്ക് ടിന്നിൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് നമുക്ക് ബാറ്റർ ഒഴിച്ചിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കാം. പ്രീഹീറ്റ് ചെയ്ത് വെച്ച് പാനിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ട് ഒരു 35 to 40 മിനിറ്റ് ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്രൗണി റെഡി ആയിട്ടുണ്ട്. ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, ബൈ.